അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ അല്ല അത് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചത്, അതൊരു യുക്തി ഉപയോഗിച്ചതാണ്. ഓക്കെ. പിന്നെ ഷാനവാസ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. മാത്രമല്ല ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയം കൈകാര്യം ചെയ്യാൻ ഷാനവാസിനെ വിളിക്കണമെന്ന് നിർദ്ദേശിച്ചതും അത് വിളിച്ചതും ഞാനാണ്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലാണ്. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗീതമാണ് വിഷയം എന്നത് ഞാൻ തന്നെയാണ് നമ്മുടെ ഏകവർഷ പരിപാടിയിൽ ഉയരെഴുത്തിന് വേണ്ടി നിർദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്യാമ്പല്ല ഇന്നും നാളെയും നടക്കുന്നത്. ഇത് ഷമീമാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നുള്ളതുകൊണ്ട് ഒരു ഷമീമിയൻ സംഗീത ഉയരെഴുത്താണ് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഞാനായിരുന്നു പതിവ് പോലെ ഇതിൻ്റെ ഡയറക്ടർ ആയിരുന്നെങ്കിൽ മറ്റൊരു ഉയരെഴുത്താണ് നടക്കുക. അതെനിക്ക് നന്നായി തോന്നി. കാരണം വേറെ ഒരു രുചി ഉയരെഴുത്തിന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ ആഗ്രഹിക്കുന്നതാണ്. അത് സംഭവിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. മറ്റൊരു ഉയരെഴുത്തിൻ്റെ മറ്റൊരു രൂപം കാണുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. മാത്രമല്ല അത്തരമൊരു മാറ്റം ഉയരെഴുത്ത് ആവശ്യപ്പെടുകയും ഉണ്ടായിരുന്നു. അപ്പോൾ സന്ദർഭോചിതവും ചരിത്രപരവുമായ ഒരു മാറ്റത്തിലേക്ക് ഉയരെഴുത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ആഗോള സ്വഭാവമൊക്കെ ത്രസിപ്പിക്കുന്നതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ട് അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കേരള പരിസരത്തിലേക്ക് നമ്മൾ കുറച്ച് നേരം വരികയാണ്. ഷാനവാസ് കുറെ കാലങ്ങളായി മലയാളത്തിൻ്റെ ചലച്ചിത്ര സംഗീത ലോകത്ത് ഗവേഷണം നടത്തുന്ന ഒരാളാണ്. അതിൻ്റെ സംഗീതത്തെ മാത്രമല്ല അതിൻ്റെ രചനയിൽ കൂടി അദ്ദേഹത്തിൻ്റെ നോട്ടം എത്തുന്നു എന്ന് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകത മലയാളത്തിൻ്റെ കാവ്യ സൗന്ദര്യം എങ്ങനെയാണ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടി അതിൻ്റെ വ്യാകരണപരമായി നിർദ്ധാരണം ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് അപ്പോൾ തന്നെ ഷാനവാസ് പറഞ്ഞത് വക്രോക്തിക്ക് നല്ലൊരു ഉദാഹരണമാണ് എന്നാണ്. അത്രയും അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായി ആലങ്കാരികമായി സമീപിക്കാൻ കഴിവുള്ള ഒരു ഗായകൻ കൂടിയാണ് ഷാനവാസ്. അദ്ദേഹം മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് MA മുതൽ പഠിച്ചത്. മാത്രം മലപ്പുറത്തെ ഞാനും ഹിക്മത്തും അനീസുദ്ദീനൊക്കെ ഉള്ള ഈ സാഹിത്യ സംഗീത ചർച്ചകളാൽ സമ്പന്നമായ ഒരു ഗ്രൂപ്പിലെ അംഗം കൂടിയാണ് കാലങ്ങളായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങൾ നിരന്തരം വൈകുന്നേരം ഞാനും ഹിക്മത്തും ഷാനവാസൊക്കെ ഇരുന്ന് നിരന്തരം സംസാരിക്കുന്നതിൻ്റെ ഒരു സംസാരം ഇവിടെ തുടരുന്നു എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അപ്പം ഞാൻ ചില കുറിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ തുറക്കുന്നേ ഇല്ല. അതിലേക്ക് പോകണമെങ്കിൽ പോകാം. കുറച്ച് നേരം നമുക്ക് ഷാനവാസിൻ്റെ പാട്ടും സംസാരവും കേട്ടിരിക്കാം എന്നെനിക്ക് തോന്നുന്നുള്ളൂ. പാട്ടിൻ്റെ കാര്യത്തിൽ ഷാനവാസിൻ്റെ പരിചയം ഒരുപക്ഷെ എൻ്റെ കൂടുതൽ ഗാനങ്ങൾ പാടിയ ഒരാളാണ്. ഞാൻ രചിച്ച ഇസ്ലാമിക ഗാനങ്ങൾ പാടിയ ഒരാളാണ്. പക്ഷേ ഇസ്ലാമിക ഗാനങ്ങൾ എന്ന ആ ഒരു ടെറിട്ടറിയിലേക്ക് ഈ ഒരു സെഷൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ആ അർത്ഥത്തിൽ നമുക്ക് ഷാനവാസിനെ കുറെ കൂടി പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം പരിചയമുണ്ട്. പ്രത്യേകിച്ച് ഈ നീലമാനത്തിൻ പോലെയുള്ള ഞാൻ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന പാട്ട് പാടിയ ആളൊക്കെ കൂടെയാണ് ഷാനവാസ്. ഷാനവാസിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത അത് മലയാളികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഗംഭീര പുരുഷ സ്വരം ഷാനവാസിൻ്റെ ശബ്ദത്തിൽ ഉണ്ടായതുകൊണ്ട് അത്തരം ഗാനങ്ങൾ പാടാൻ, പ്രത്യേകിച്ച് ലളിത ഗാനങ്ങളൊക്കെ പാടാനുള്ള പറ്റിയ ഒരു സ്വര സംസ്കാരം ഷാനവാസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഷാനി പറഞ്ഞാൽ മാത്രം, ഷാനി ഞങ്ങൾ വിളിക്കാറുള്ളൂ കേട്ടോ. ഷാനി ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ചില പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരുക കൂടി വേണം. ഇവിടുത്തെ ഒരു ശബ്ദ സംവിധാനം അത്ര മികച്ചതല്ല. അതിൻ്റെ ഒരു കുഴപ്പം ഉണ്ടാകും. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷാനിനെ കൊണ്ട് പാട്ടും പാടിപ്പിക്കാം. അപ്പോൾ എനിക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ സംസാരിക്കാം. ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു കൾച്ചർ ഉണ്ടാവുമല്ലോ, ഒരു രൂപഘടന, അതെന്താണ് എന്നുള്ളത് പറഞ്ഞിങ്ങനെ തുടങ്ങാം നമുക്ക്. ഇപ്പോൾ പല്ലവി, ഇപ്പോൾ കുറച്ച് വിശദീകരിക്കുകയാണെങ്കിൽ മലയാളത്തിൻ്റെ ഒരു തനത് പാട്ടുകളുടെ ഒരു വലിയ പാരമ്പര്യം ഉണ്ടല്ലോ. ഈ നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട് പോലെയുള്ള വലിയ മാലപ്പാട്ട്, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, ഇങ്ങനെ തുടങ്ങി പാട്ടുകളുടെ ഒരു ഗംഭീര പാരമ്പര്യം മലയാള പാട്ടിൻ്റെ ചരിത്രത്തിലുണ്ട്.
പക്ഷെ ഇതിനെ ഒന്ന് ക്രമപ്പെടുത്തിയത് ചലച്ചിത്ര ഗാനങ്ങളാണല്ലോ. അത് തമിഴിൻ്റെ സ്വാധീനമുണ്ട്, അതിൽ പ്രത്യേകിച്ച് ഈ കർണാട്ടിക് രാഗങ്ങളുടെ സ്വാധീനമുണ്ട്. എങ്ങനെയാണ് ഈ മലയാള ഗാനത്തിൻ്റെ ഒരു സ്വരൂപഘടന ഉണ്ടായത് എന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തെ ഈ ശബ്ദ ചലച്ചിത്രം എന്ന് പറയുന്നത് ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ 23ഓളം പാട്ടുകൾ ഉണ്ടായിരുന്നു പറയുന്നത്. 10 പാട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അന്നൊക്കെ നമുക്കറിയാം, ബാലൻ എന്ന് പറയുന്നത് മുതൽ നമ്മുടെ നീലക്കുയിലേക്കൊക്കെ എത്തുന്നത് വരെ നമ്മുടെ ഈണം എന്ന് പറയുന്നത് മറ്റ് സിനിമകളിൽ നിന്ന് എല്ലാവർക്കും അതറിയാം. അത് തമിഴ്, ഹിന്ദി പോലെയുള്ള സിനിമകളിൽ നിന്ന് ഈണം കടമെടുത്തുകൊണ്ട് അത് ചെയ്യുക. ദക്ഷിണാമൂർത്തിയെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വളരെ നമ്മുടെ കർണാടക സംഗീതത്തിൽ നന്നായിട്ട് അവകാശമുള്ള അദ്ദേഹത്തിന് പോലും ഈ ആളുകൾ പറയുന്നത് കേട്ട് ആ ഈണം മതി എന്ന് പറയുമ്പോൾ അങ്ങനെ പാട്ട് ചെയ്തു കൊടുക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ വളരെ മാറ്റം വന്നത് നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയോട് കൂടിയാണ്. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ നമ്മുടെ സിനിമ ഗാന ചരിത്രത്തിൽ, സാധാരണ സിനിമ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഗാന ചരിത്രത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ്. അതായത് നമ്മൾ പി ഭാസ്കരനും രാഘവമാഷും അവരതിൽ കൊണ്ടുവന്ന പാട്ടുകൾ, അതിന് പല പ്രത്യേകതയുണ്ട്. എന്നാൽ സാധാരണ നമ്മളെ പ്രദീപൻ പാമ്പിരിക്കും എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ഗാനങ്ങളെ അക്കാഡമിക്കലായിട്ട് ഏറ്റവും നന്നായി സമീപിച്ച, ഇപ്പോൾ പല പാട്ടെഴുത്തുകാരുണ്ട്. രവിമേനോൻ ധാരാളം പാട്ടെഴുത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വി.ടി. മുരളി എഴുതാറുണ്ട്. കുറേ ആളുകളെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിലെ വളരെ അക്കാദമികമായി അവതരിപ്പിച്ച ആളാണ് പ്രദീപൻ. പ്രദീപൻ്റെ ഏക ജീവിതാനശ്വര ഗാനം എന്ന് പറയുന്ന പുസ്തകം MA-ക്ക് പഠിക്കാൻ പോലും ഉണ്ടായിരുന്നു. അത്രയും വളരെ അക്കാദമികമാണ്. അതിൽ പ്രദീപൻ ഇത് പറഞ്ഞിട്ട് നീലക്കുയിൽ മുതൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു സംഗതി, ഞാൻ അതിലേക്ക് വരുന്നത് പ്രതിരോധത്തിൻ്റെ ഒരു സംഗതിയും കൂടിയാണല്ലോ. അപ്പോൾ അത് ഞാൻ പറയുന്നത് മലയാളത്തിന് ആദ്യം ഞാൻ രചനയിലേക്ക് വരികയാണ്, പിന്നീട് സംഗീതത്തിൻ്റെ ഇതിലേക്ക് വരാം. മലയാളത്തിൽ ഗാനരചനയുമായി ബന്ധപ്പെട്ട് നീലക്കുയിലെ പി ഭാസ്കരൻ്റെ ഒരു രചനാ ശൈലി അത് ഞാൻ പറയുന്നുണ്ട്. അത് വളരെ ഗ്രാമീണമാണ്, വളരെ ലളിതമാണ്, പരമാവധി സംസ്കൃത ശബ്ദങ്ങൾ ഇതാക്കിയിട്ടുള്ള. ഇപ്പൊ ഭാസ്കര മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, താമര നൂല്, അദ്ദേഹത്തിന്റെ പാട്ടിൽ പറയുന്നുണ്ട്, പാട്ട് താമര നൂല് പോലെയാണ്, അതിന് എന്ത് വേണ്ട, ഗരുഡൻ ചിറകുകൾ ആവശ്യമില്ല എന്നാണ് ഭാസ്കര മാഷ അദ്ദേഹത്തിന്റെ രചന ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതിൽ പ്രദീപം പറയുന്നുണ്ട് ചക്രവർത്തിനി എന്ന് പറയുന്ന വയലാറിൻ്റെ ഒരു പാട്ടും, അതുപോലെ തന്നെ ONV-ന്റെ ഒരു വേറൊരു പാട്ടും എടുത്ത പാട്ട് ഞാൻ ഓർപ്പിക്കുന്നില്ല. അദ്ദേഹം ഭാസ്കര മാഷ ഒരു പാട്ട് എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, നമുക്ക് 2 ഗാനരചനാ പാരമ്പര്യം ധാരകളെ നമുക്ക് പറയാം. അതിലൊന്ന് ഭാസ്കരൻ ധാരയും മറ്റൊന്ന് വയലാർ ധാരയുമാണെന്ന് പറയാം. സത്യത്തിൽ മലയാളത്തിൽ നിലനിൽക്കേണ്ടിയിരുന്ന മലയാളത്തിൻ്റെ രചനാ സമ്പ്രദായം എന്ന ഭാസ്കര രീതിയായിരുന്നു. പക്ഷെ ഇവിടെ നിലനിന്നത് വയലാർ സമ്പ്രദായമാണ് എന്ന് പ്രദീപൻ വളരെ ദുഃഖത്തോടു കൂടി നിരീക്ഷിക്കുന്നുണ്ട്. റഫീഖ് അഹമ്മദിനെ വരെ അദ്ദേഹം എണ്ണുന്നത് വയലാറിന്റെ ആ ഒരു ധാരയിൽ. ഭാസ്കരൻ ഈ മലയാളത്തിന്റെ തനരുദ്ധ രീതി എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാട്ടെടുക്കാൻ ഞാൻ ഇപ്പൊ നമുക്ക് മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ക്ലിയർ ആണല്ലോ. മാനത്തിൻ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ചന്ദ്രൻ മേഘത്തിൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് ഭാസ്കര മാഷ് വളരെ എന്താ പറയുക, നമ്മുടെ ആ സിനിമയുടെ പേര് എന്തായിരുന്നു, കള്ളിച്ചെല്ലമ്മ. കള്ളിച്ചെല്ലമ്മയിൽ രാഘവമാഷ് ഇടുന്നത് ഇതേ സംഗതി തന്നെ ഇനി വയലാർ വരുന്നത് എങ്ങനെ അറിയും? വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. ഇതിനെയാണ് പ്രദീപ കൈകാര്യം ചെയ്യുന്നത്. ഇവര് പറഞ്ഞത് വയലാറിന്റെ സ്ത്രീകളൊക്കെ ഒന്നെങ്കിൽ അപ്സര സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ രാജകുമാരികളായിരിക്കും, തനി സവർണ ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളായിരിക്കും. പിന്നെ പറഞ്ഞ ശൃംഗാരം, അതെന്താന്ന് ആൾക്കാർക്ക് ആദ്യം പൊതുവെ സാഹിത്യം പഠിക്കാത്തവർക്ക് ശരിക്കും മനസ്സിലാവും. അതന്നെ വിപ്രലംബ ശൃംഗാരം, നായികന്മാർ പ്രണയത്തിന് ശേഷം പിരിഞ്ഞു നിന്ന് അകന്നിട്ടുള്ള ശൃംഗാരമാണ്.
കുറേ നിങ്ങൾ ആ സാംസ്കാരിക പരിസരത്തിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഒരു വയലേലകളിലുള്ള പാട്ടും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രചനയിൽ ഭാസ്കര മാഷ് സ്വീകരിച്ചിരുന്ന ആ രീതിയല്ല പിന്നീട് ഇത് ഈണത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് ഈണത്തിലായും പറഞ്ഞത് രാഘവമാഷ ഈണം എന്ന് പറയുന്നത് അത് നമ്മൾ ഇപ്പോഴും നീലക്കുയിലിനെ കുറിച്ച് പറയുന്നത് രാഘവമാഷ് ഇവിടെ തുറന്നുവിട്ട ഈണ രീതി. രാഘവമാഷ് നന്നായിട്ട് ശാസ്ത്രീയ സംഗീതം അറിയുന്ന കച്ചേരി നടത്തിയിരുന്ന ഒരു ഭാഗവതരായിരുന്നു. പക്ഷെ മാഷ് സംഗീതം ചെയ്യുമ്പോൾ ആ ഒരു ഭാഗവതര് മൂപ്പരെ പിടികൂടാറേ ഇല്ല. എത്ര ലളിതമായിട്ട് നമുക്ക് കേട്ടറിയാം ഇത് വളരെ ഈ കേരളത്തിന്റെ സംഗീതമാണ് അല്ലേ. കുയിലിനെ തേടി കുതിച്ച് പായും മാര പട്ടുകുപ്പായക്കാരാ നിന്നും എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്. കല്ലാണ് ഈ പാട്ടായാലും പിന്നെ അങ്ങോട്ട് മാപ്പിളപ്പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ ആണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത്. ഇത് കേൾക്കാനുള്ളത് ആരാണ്? സാധാരണ ജനങ്ങളാണ്. എന്നാൽ ദക്ഷിണാമൂർത്തി സ്വാമികൾ പാട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം സാധാരണ ജനങ്ങളെ കാണാറേ ഇല്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്താണ് സാധാരണ ജനങ്ങളില്ല. കാരണം ഒന്നാം അദ്ദേഹത്തിന് കിട്ടുന്ന ലിറിക്സ് തന്നെ അപ്സരസ്ത്രീ മറ്റേതൊക്കെയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കമ്പോസിങ് വേളയിലും ഇത് സ്വാഭാവികമായിട്ട് വരും. അപ്പോ രാഘവമാഷ ഈ സംഗീതത്തിൽ ഇതേ പ്രശ്നം ഞാൻ പറഞ്ഞത്. ഈ രാഘവമാഷ ധാര ഇവിടെ നിലച്ചുപോയി. ഇങ്ങോട്ട് വന്ന ദക്ഷിണാമൂർത്തിയുടെയും ദേവരാജൻ മാഷ്കൊക്കെ, പിന്നെ ദേവരാജൻ മാഷ്ക്ക് സാധാരണ പാട്ടുകൾ ചെയ്യാനുള്ളതുണ്ട്. അവർക്കൊക്കെ ആ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചുവട് പിടിച്ച് അതിന്റെ പ്രേതം ഇങ്ങനെ അവരെ ഇല്ലാതെ പിടികൂടും. നമുക്ക് ഈ ശാസ്ത്രീയ സംഗീതം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ ധാരയിൽ കർണാട്ടിക് സംഗീതത്തിന്റെ ചരിത്രത്തിലെ ഈ ഒരു സവർണത ഉണ്ട് എന്ന്. കാരണം ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ ചെയ്യുന്ന പാട്ടുകളുടെ സംഗീതാടിത്തറ കർണാടക സംഗീതത്തിന്റെ അടിത്തറയാണ്. നേരെ മറിച്ച് രാഘവമാഷ് നമ്മുടെ നാടൻ പാട്ടിന്റെ ഒരു ട്രഡീഷനിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞേ ഒരുപക്ഷെ ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെ തന്നെ നന്നായിട്ട് കർണാടക സംഗീതം അറിയുന്ന ആളാണ് രാഘവമാഷ്. പക്ഷെ രാഘവമാഷ് ട്യൂൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അത് ബാധിക്കാറില്ല. നിങ്ങൾ ഏത് പാട്ടെടുത്തോളൂ. ഞാനിപ്പോ പോരുമ്പോൾ കേട്ട കുറെ രാഘവമാഷ പാട്ടുകളൊക്കെ നമ്മൾ അതിനെ കുറിച്ച് പറയണ്ടേ, അത് ബാധിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കർണാടക സംഗീതത്തിന്റെ ആ ചരിത്രധാരക്കുള്ള അടിസ്ഥാനപരമായ ഒരു കുഴപ്പമല്ലേ ഈ സവർണത എന്നെ ചോദ്യം ആണ്. അതായത് അത് കർണാടക സംഗീതത്തിന് ഉത്തരവാദിയോന്ന് അറിയില്ല. ഈ കർണാടക സംഗീതം കൈകാര്യം ചെയ്യുന്നൊക്കെ സവർണരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ അന്ന് ആലോചിച്ച ഒരു സംഗതിയാണിത്. ഇത് മുമ്പ് എറണാകുളത്ത് വെച്ച് നമ്മുടെ പിന്നെ മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറുണ്ട്, മമ്മി സെഞ്ചുറി. അദ്ദേഹം ഒരു പടം ചെയ്തപ്പോൾ നമ്മുടെ അതിൻ്റെ ട്യൂൺ ചെയ്ത് നമ്മളെ പ്യാരി മാഷ മഞ്ചേരിയുള്ള. അപ്പോൾ മാഷ അതിൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അതിൽ പാട്ട് എഴുതുന്ന കൈതപ്രമാണ്. അദ്ദേഹം ഇപ്പോൾ വരും, ആദ്യം ഇങ്ങനെ ട്യൂൺ ഉണ്ടാക്കി പിന്നെ പാട്ട് എഴുതലാണ്. അപ്പോൾ അതിൽ ഒരു പാട്ട് ഒരു സ്വപ്നം കാണുന്നതാണ്. അത് വളരെ ഉഷാറായിട്ട് സ്വപ്നം കണ്ട് എന്താ അടിച്ചു പൊളിക്കുന്നൊക്കെ ആയിട്ട് അങ്ങനെ അതിന് വരി എന്തൊക്കെ എഴുതി. സാധാരണ അറബിക്കടലിനപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞ നല്ല പാട്ടൊക്കെ എഴുതി. ഞാൻ തന്നെയാണ് പാടിയത്, അതിൻ്റെ ട്രാക്ക് പാടിയത്. രണ്ടാമത്തെ ഒരു പാട്ട് ഞാൻ ഒരാളെ ആകർഷിക്കാനുള്ള പാട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വരേണ്യത പറഞ്ഞപ്പോൾ ആകർഷിക്കാനുള്ള ഒരു പാട്ടാണ്. അപ്പോൾ വളരെ ഇയാൾ സംഗീതജ്ഞനാന്ന് തോന്നണം, വളരെ ഒരു എന്താ പറയുക നല്ല ഉയർന്ന നിലവിലുള്ള ഒരാളോടാണ് ഇത് സംസാരിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു പാട്ടായിരിക്കണം, ഇതിൻ്റെ ഈണം അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈണം കാര്യമായിട്ട് ഇങ്ങനെ 3-4 ഈണങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ക്ലാസിക്കലാണ്. അതായത് ശാസ്ത്രീയമായാലും എന്താകുള്ളൂ, ഇത് ഗംഭീര സാധനമാണെന്ന് തോന്നുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ വരികൾ എഴുതുമ്പോഴും കൈതപ്രത്തിന് പിന്നീട് നിങ്ങൾ ആലോചിച്ചു എന്തോ ഒരു സാധാരണ പാട്ട് മറ്റൊരാളെ ആകർഷിപ്പിക്കാൻ സാധിക്കൂലേ. എന്നിട്ട് ആ പാട്ടുണ്ടാക്കിയത് പാട്ട് ഗംഭീര പാട്ടൊക്കെ ആയി. ശ്യാമ മനോരഥമേ ഇത് വിശദീകരിക്കാൻ ആരെങ്കിലും കൊണ്ടേണ്ടി വരും. കാവ്യ സരോവരമേ നിമിഷഹംസങ്ങൾ നീന്തും നിന്നിൽ തരര കമലദളം. എനിക്കെന്നെപ്പോഴും മനസ്സിലായിട്ടില്ല അതെന്താ എഴുതിയിരിക്കുന്നത്. പാട്ട് പാടിയ ആളാണ് ഞാൻ. രാഗസുന്ദരികൾ ഇന്ദ്രനീലമണി മണ്ഡപങ്ങളിൽ പാടുമ്പോൾ ചൈത്ര ഈണകളിൽ ഒരു അമൃതഗാനമതുകരുമ്പോൾ സുമംഗലാതിര വസന്ത കോകില സ്വരങ്ങൾ തേടി അലയുമ്പോൾ സനിധനി സഗരിക മത സഗമത സനിധനി സഗരി സഗമഗനിസ സഗമഗ മത മദനിസ സനിധഗ മത മദനിസ സനിധ മകരിസ. ഇങ്ങനെ പോയിട്ട് കുറെ ഉണ്ടത്, ഞാനിപ്പോൾ മറന്നുപോയി.
സ്വരങ്ങൾ ഞാൻ കർണാട്ടിക് പഠിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചിട്ടുണ്ടാക്കിയ. ഞാൻ പറഞ്ഞത് ഒരു പാട്ട് ഗംഭീരമായിരിക്കണം, അയാളെ ആകർഷിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു സ്വരം ചേർക്കണം. അതൊരു കർണാടക ഹംസാനന്ദി എന്ന് പറയുന്ന എന്തോ രാഗമാണ് പോലും. ഈ പ്യാരിമാഷ് ഹിന്ദുസ്ഥാനി പഠിച്ച ആൾ, അദ്ദേഹത്തിന് അറിയില്ല. ഇതിന് ഈക്വലായിട്ടുള്ള രാഗം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ സോഹിനി എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനിൽ, അദ്ദേഹം സോഹിനിയിലാണ് ചെയ്തത്. അപ്പൊ അവിടെ എത്തിയേക്കനെ ഇതിന്റെ ഈ മറ്റേ കുറികൊട്ട ടീമുകളൊക്കെ ഉണ്ടല്ലോ, മൃദംഗം വായിക്കുന്നവരൊക്കെ, ഓരൊക്കെ പറഞ്ഞു അത് ഹംസാനന്ദിയാണ്. ഹംസാനന്ദി നമുക്ക് പിന്നെ എന്താ ഹംസാനന്ദി ഇത് കേട്ടിട്ട്. ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് നേരത്തെ പോക്കർ മാഷ് പറഞ്ഞ മാതിരി ഇങ്ങനൊരു ബോധം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു സത്യത്തിൽ. ഇപ്പൊ ഗംഭീരമാകണമെങ്കിൽ അത് കർണാട്ടിക്കിലെ നല്ലൊരു കീർത്തന ശൈലി, അല്ല അർദ്ധ ശാസ്ത്രീയ സംഗീത, ആളെ ആകർഷിക്കാൻ എന്താ സാധാരണ അല്ലിയാമ്പൽക്കാട് ആ പാട്ടിന് പറ്റൂലേ? അല്ല അതെ, എനിക്ക് തോന്നുന്നത് ഇതിലൊരു വലിയ ബ്രേക്ക് ഉണ്ടാക്കുന്നത് ബാബുരാജാണ്. ഈ ബാബുക്ക ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു ധാര കൂടി മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ചേരുമ്പോഴാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗൗരവപ്പെട്ട സദസ്സിനെയും അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തെയും കൂടെ ഈ ഹിന്ദുസ്ഥാനിയുടെ ഒരു ഛായ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ചത്. ബാബുക്കനെ കുറിച്ചൊന്ന് പറയും. ബാബുരാജ് വളരെ എന്താ പറയാ, ഞാൻ എന്താ പറയാന്നുള്ളതിന്റെ ശൈലിയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും. ബാബുരാജ് കോഴിക്കോട് ജീവിച്ചിരുന്ന വളരെ ഒരു പട്ടിണി പാവം തന്നെ ആയിരുന്നു അല്ലേ? പക്ഷേ അദ്ദേഹം ശരിക്കും എല്ലാവരും പറയാം ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട്, കുറെ കൽക്കട്ട പോയി അത് അദ്ദേഹത്തിന് ഇത് പഠിച്ചാലേ ഉഷാറാകും എന്നുള്ള ഒരു ചാർത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ കിട്ടിയതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ പോരുമ്പോ ഞങ്ങൾ കാറിലൊരു പാട്ട് ഇട്ടിരുന്നു. അപ്പൊ ജമീൽ മാഷ് എന്നോട് പറഞ്ഞു ഈ പാട്ടിന് ഒരു മാപ്പിളപ്പാട്ടിന്റെ ടച്ചില്ലേ ചേച്ചിനോട്. അനുരാഗ മധുചഷകം അറിയാതെ മോന്തി വന്ന മധുമാസ കലഭമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ബാവുക്കത് മാപ്പിളപ്പാട്ടിൽ ചെയ്തിട്ടുണ്ട്. ഉമ്മുൽ ഖുറാവില്ലണഞ്ഞ ഉമ്മുൽ കിതാബിന്നുടമ നമ്മുടെ നേബിന്റെ മകൾ ഫാത്തിമ സൂറ, ആ പാട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാബുരാജ് ചെയ്തൊരു വിപ്ലവം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആ കർണാട്ടിക്കിന്റെ സംഗതി ഇല്ല, അതിന്റെ മേലൊക്കെ ഒരൊറ്റ ചവിട്ട് കൊടുക്കുക ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ ഇവിടെ കർണാട്ടിക് ഇങ്ങനെ മുഴുകി നിൽക്കണം. അപ്പോഴാണ് എന്ത് പറയുന്നത് നമ്മളെ ഭാർഗവി നിലയത്തിലെ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു രചന കൂടി ഉണ്ട്, രചനാ സമ്പ്രദായം. അപ്പോൾ ഒന്ന് രണ്ട് പാട്ടുകൾ ബാബുരാജിന്റെ പാട്ടുകൾ അങ്ങോട്ട് വന്നിരുന്നത്, അതിൽ വയലാർ എഴുതിയ പാട്ട് ജമീൽ ജമീൽക്ക് അറിയില്ല അതാരേത് എഴുതിയത്. എന്നോട് പറഞ്ഞു ഈ പാട്ടിന് ഈ സംഗതി തീരെ യോജിക്കണില്ല. ഞാൻ പറഞ്ഞത് വയലാർ എഴുതിയ അതാണ് സംഭവം എന്ന് പറഞ്ഞു. ഭാസ്കര മാഷ പാട്ടിന് ബാബുരാജിന്റെ ഒരു ഈണം ചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ബാബുരാജ് ഇപ്പോൾ നമ്മൾ ദേശ്, പീലു, അതുപോലെ തന്നെ ഇങ്ങനത്തെ രാഗങ്ങൾക്കുള്ള അദ്ദേഹം ഉപയോഗിച്ചിട്ട് അപ്പോഴും ബാബുരാജ് മനസ്സിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ ഞാൻ വളരെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമമല്ല നടത്തിയത്. അത് അവിടെ ആവശ്യപ്പെടുന്ന ഒരു എന്താ പറയുക, ആ രംഗം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വരികൾ ആവശ്യപ്പെടുന്ന ഈണമാണ് അദ്ദേഹം അതിനൊക്കെ ചാർത്തി കൊടുത്തത്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ദക്ഷിണാമൂർത്തി സ്വാമികളെ കുറ്റം പറയുക ചെയ്ത് ഹൃദയ സരസിലേ പ്രണയ പൂഷ്മങ്ങൾ ഏത് പാട്ടെടുത്തോളി, എന്തെടുത്തു കഴിഞ്ഞാലും ആ കസർത്ത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കൃത്യമായിട്ട്. അത് ഞാനിപ്പോ എന്താ പറയാ, കൃത്യമായിട്ട് എനിക്കിങ്ങനെ ഇതായിട്ട് പറയുമ്പോൾ കുറെ നേരം എടുക്കും. അതുകൊണ്ട് പറയും എല്ലാത്തിലും ഒരു രാഗാധിഷ്ഠിതമാണെങ്കിലും എന്താ നമ്മൾ നമ്മുടെ സംഗതികൾ എന്നൊക്കെ പറയല്ലോ, അതായത് വ്യതിചലിക്കാതെ പാടുന്ന ഒരു രീതി അത് ദേവരാജ മാഷ പാട്ടിലുണ്ട്. അത് നമ്മുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് എന്തിന് ഹിന്ദുസ്ഥാനി സംഗീതം പോലും യേശുദാസ് പോലും പറഞ്ഞിട്ടുള്ളത് അതായത് എന്തല്ല കർണാട്ടിക്കിന്റെ അത്രയും ജ്ഞാന പാരമ്പര്യം ഹിന്ദുസ്ഥാനിക്ക് ഇല്ല എന്നല്ലേ. അത് നമ്മളിതിൻ്റെ ഒരു അടിമയായതുകൊണ്ട്. അപ്പോൾ നേരത്തെ പോക്കർ മാഷ് പറഞ്ഞ പോലെ ഇതിനൊക്കെയാണ് ചവിട്ടി പൊളിച്ച് കളയണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നേരത്തെ റാപ്പ് എന്ന് പറയുന്ന കേരളത്തിലെ ഈ ചലച്ചിത്ര ഗാനങ്ങളിൽ മുസ്ലിം സംസ്കാരം കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു വിപ്ലവമായിരുന്നു. കാരണം മുസ്ലിം കൾച്ചർ സിനിമകളിലൂടെ വരുമ്പോൾ അതിലെ പാട്ടുകളിലൂടെയും കൂടെ വരിക എന്നുള്ളത് അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിതിയാണ്. അതിന് നേതൃത്വം കൊടുത്തവരാണ് ഇപ്പോൾ ബാബുരാജും ഭാസ്കരൻ മാഷും. അത് എന്തുകൊണ്ടാണ് അത്തരം ഒരു പശ്ചാത്തലം ഈ കേരളത്തിൻ്റെ ചലച്ചിത്രഗാന അല്ലെങ്കിൽ മലയാളത്തിലെ ചലച്ചിത്രഗാന മണ്ഡലത്തിൽ വന്നത്? മുസ്ലിം പശ്ചാത്തലത്തിലെ സിനിമകൾ ഇപ്പോൾ പിന്നെ ഇറങ്ങൽ തുടങ്ങി. പണ്ട് കാലത്ത് ധാരാളം എവിടെ വെച്ചാൽ ചരിത്രത്തിൽ നിന്നുപോയത് എനിക്കറിഞ്ഞു എത്ര പാട്ടുകളാണ് വന്നിരുന്നത്. ഇപ്പോൾ മിനിഞ്ഞാന്ന് നമ്മളെ
സ്കൂളിൽ ഒരു പരിപാടിക്ക് ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ പിന്നെ ബാബുരാജിൻ്റെ ഒരു പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു പരിപാടി ഒരു 4 ദിവസം മുമ്പ് ഒരു മലയാളവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ്. അപ്പം ഞാൻ പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണേ, കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണേ, പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണേ, കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണേ, കെട്ടുകഴിഞ്ഞ വിളക്കിൻ കരിന്തിരി കെട്ടിപ്പിടിച്ച് കരയുന്നതെന്തേ, കെട്ടിപ്പിടിച്ച് കരയുന്നതെന്തേ. മലർമണം മാഞ്ഞില്ല, മധുവീതു തീർന്നില്ല, മണവാളൻ മാത്രം മയങ്ങാൻ പോയോ, മരണത്തിൻ മണിയറ തന്നിലേക്കല്ലാഹു മാരനെ മാത്രം മടക്കി വിളിച്ചു. എല്ലാ പ്രതീക്ഷയും വീണടിഞ്ഞല്ലോ, പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിൽ, പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിൽ. കണ്ണീർ ചൊരിഞ്ഞിട്ടും എന്തിനീ കാര്യം, മണ്ണോട് മണ്ണായി കഴിഞ്ഞല്ലോ മാരൻ, പൊട്ടിത്തകർന്ന. നമുക്ക് ഈ പാട്ട് വേണമെങ്കിൽ ഈ രാഗം പറയുമ്പോൾ ആഹിർ ഭൈരവി, ആഹിർ എന്ന് പറഞ്ഞാൽ ആഹിർ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അവസാനത്തെ എന്നൊക്കെ ഭൈരവി ഹിന്ദുസ്ഥാനിയില് ബാബുരാജ്. പക്ഷെ അതിൻ്റെ ഒരു എന്താ ബാബുരാജ് ചെയ്യുമ്പോൾ ഇത് സാധാരണ ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് ഇത് ആഹിർ ഭൈരവിയാണ്, ഇത് ഹിന്ദുസ്ഥാനിയിലെ ഒരു രാഗമാണ് തോന്നിപ്പിക്കുന്ന ഒരു കൈക്രിയകളും ബാബുരാജ് അവിടെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരാളുടെ മരണമാണല്ലോ ഇപ്പൊ ഇത് വിഷയമാക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഇങ്ങനെ കുറെ പാട്ടുകൾ ഇനി അല്ലാതെ ഷാനി എനിക്ക് തോന്നുന്നത് അത് കേവലമായ ഒരു മുസ്ലിം പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പോരാ. ഇത് മലയാളത്തിന്റെ കാവ്യ ഭാവുകത്തിൽ തന്നെയുള്ള ഒരു ഘടനാപരമായ മാറ്റമാണ്. ഇപ്പോൾ കിനാവിൻ്റെ മയ്യത്ത്, അതുപോലെ ഖബർ, മരണത്തിന്റെ മണിയറ, ഇങ്ങനെയുള്ള ഈ മുസ്ലിം ഇമേജുകൾ കവിതയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക് ഇമേജുകൾ കവിതയിലേക്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളത് ഭാസ്കര മാഷ പോലെയുള്ള ഒരു കവി നിർവഹിക്കുന്നു കൂടെ മനസ്സിലാക്കണം. ഇപ്പൊ ചേറിൽ നിന്ന് മുളച്ചു പൊന്തിയ ഊറി നിന്നുടെ കയ്യിലായി നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഇമേജ് മലയാള കവിതയിലേക്കും കൂടെ അടിച്ചു കയറ്റാണ്. അത് ഭാസ്കര മാഷ് ചെയ്തു എന്നുള്ള ചില്ലറ കാര്യമൊന്നുമല്ല. ഇത്ര കുറെ ഇമേജുകൾ ഈ പാട്ടുകളിലൂടെ ഭാസ്കര മാഷ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരം സിനിമകൾ ഇപ്പൊ ഉണ്ടാകാത്ത ശരിക്കും ഒരു അന്വേഷണം. അന്ന് കാലത്തെ കുട്ടിക്കുപ്പായം, അല്ലെ, കുപ്പിവള, പിന്നെ കണ്ടം വെച്ച കോട്ട്, യത്തീം, അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ. പിന്നെ അത് പിന്നെ കുറെ നിന്നു. പിന്നെ അത്രയും പിന്നെ ഇവിടെ അടുത്ത കാലത്താണ് ഇപ്പോ സത്യം പറഞ്ഞ ഞാൻ അതും വേറുതാ. അങ്ങനത്തെ സിനിമകളിലൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരുന്നു ഗംഭീര പാട്ട്, ഹിറ്റ് പാട്ടുകൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാബുരാജിന്റെയും ഭാസ്കറിന്റെയും കാലത്തിന് ശേഷം ശ്യാമിനെ പോലെയുള്ള കുറെ സംഗീതജ്ഞർ പിന്നീട് വന്നിട്ടുണ്ട്. ഇപ്പൊ ചെറിയാമൽ ദേവ്, ശ്യാം പോലെയുള്ള ഒരു 2ാം തലമുറ മലയാളത്തിന്റെ ആധുനിക മലയാള ചലച്ചിത്രം, അവർക്കും അത്തരം കുറെ പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ്. മണിയറയിലെയും മണിത്താലിയിലേക്ക് പോട്ടെ, പോലെയുള്ള കുറെ പാട്ടുകാർ അതിന്റെ ഒരു തുടർച്ച മലയാള സംഗീതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഇടക്കിടക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സവർണ സംഗീതം എന്ന് പറയുന്ന സാധനം ഇത് പിന്നീട് ഭയങ്കരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഈ മോഹൻലാലിന്റെ കമലദളം, ഇസൈനസ് അബ്ദുള്ള, അതുപോലെ തന്നെ 80കളുടെ അവസാനത്തിലും 90കളുടെ ആദ്യത്തിലും വന്ന അത്തരം ചില ഈ ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ നൃത്ത ബേസ് ചെയ്ത കുറെ സിനിമകളുണ്ട്. രവീന്ദ്ര മാഷും കൈതപ്രവും കൂടി നേതൃത്വം കൊടുത്ത കുറച്ച് സിനിമകൾ വരികയുണ്ടായി. അതെ അതെ. സത്യത്തില് ഇപ്പൊ നമ്മൾ പൊട്ടിത്തകർന്ന പാടിയതുപോലെ എത്ര ലളിതമാണത്, അത്ര അങ്ങനത്തെ പാട്ടുകളാണോ സത്യത്തിൽ നമ്മള് പിന്നെ ഇതിലൊക്കെ കേൾക്കുന്ന പ്രേമോദാരനായി
ആണ്. ഏതായാലും ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ വിശദീകരിക്കാൻ ഒരാളെ എന്തായാലും കൊണ്ടുവരുന്നില്ല. ഇത് സംഗീതവും സാഹിത്യവും. മറ്റേത് ജനങ്ങൾ മണിയറയിലെയും മണിത്തരപ്പോ നിലവിന്റെ കാര്യം ഭാസ്കര മാഷ് മിഴീന ഞാൻ തുറക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം, മിഴീന ഞാൻ അടച്ചാലും നിലവുകളിൽ നീ മാത്രം, നിലവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം. അവിടെ ഒരു ഉപമ അറിയണ ഉപര്, കടലലയിൽ കടുത്തവാവിൻ പൂന്തിങ്കൾ പോലെ, കണ്ണടച്ചാലും അങ്ങനെയാണ് കാണുന്നതെന്ന് പറയുന്നത്. കൽപ്പന തന്നാരാമത്തിൽ പ്രേമവാഹിനി ഒഴുകുമ്പോൾ കൽപ്പടവിൽ പൊൻകുടമായി. ഈ ഒരു കൂട്ടത്തിൽ പറയാതെ പോയ ഒരു പേരാണ് നമ്മുടെ യൂസുഫ് അലി കേച്ചേരിയുടെ. യൂസുഫ് അലി കേച്ചേരി ഉണ്ടാക്കിയ 2 നിലക്ക് ഉള്ള ഒരു സമീപനമുണ്ട്. ഒന്ന്, മലയാളത്തിലെ സവർണ ഭാവുകത്വം എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ രീതിയിൽ നല്ല കവിതകൾ എഴുതിയ ആളാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോലെയുള്ള കവിതകൾ എഴുതിയ ഒരാളാണ്. അതോടൊപ്പം തന്നെ മലയാള ഗാന സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ സുന്ദരമായ ഈ പ്രതിസംസ്കാര ഗാനങ്ങൾ സംഭാവന ചെയ്ത ഒരാളും കൂടെയാണ് യൂസുഫ് അലി കേച്ചേരി. യൂസുഫ് അലി കേച്ചേരി നേരത്തെ പറഞ്ഞ പോലെ, പ്രദീപൻ പറഞ്ഞതുപോലെ, ആ ഒരു സവർണ എഴുത്ത് പാരമ്പര്യത്തിൽപ്പെട്ട അത് അദ്ദേഹത്തിന് കുറ്റം മാത്രമായിക്കില്ല, അതല്ലാതെ അവിടെ പിടിച്ചിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഫീൽഡ് ഔട്ട് ആയി പോകും. മാത്രമല്ല സംസ്കൃതം പഠിച്ച ആളാണ്. അതെ, അത് മുമ്പ് എല്ലാം കാട്ടി കുറെ പാട്ട് വെറും സംസ്കൃതങ്ങളാണ്. അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ, ധ്വനിയിലെ പാട്ട്. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഗുരുവായൂപുരം ജനിമോക്ഷകരം. ജാനകി ജാരെ ജാനകി ഫുള്ള് സംസ്കൃതമാണ് ആ പാട്ട്. പിന്നെ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി. സാമജ സഞ്ചാരി ഞാൻ ആനയെ പോലെ നടക്കുന്നവളാണ്, അങ്ങനെയല്ല നടക്കുക, സുന്ദരിനെ വർണ്ണിക്കുകയാണ് സംഭവം. അപ്പോ ഇത്തരം പാട്ട്. പക്ഷെ അതേപോലെ തന്നെ പിന്നെ മികച്ച ഗാനങ്ങൾ എഴുതിയ ആൾ തന്നെയാണ് യൂസുഫ് അലി കേച്ചേരി പറഞ്ഞത്. പോയി പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, മണ്ണിൽ വീണുടയുന്ന തേൻ കുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു, കണ്ണുനീരെന്നും വിളിച്ചു. തങ്കത്തിൻ നിറമുള്ള മായാമരീചിയെ സങ്കൽപ്പമെന്നു വിളിച്ചു, തങ്കത്തിൻ നിറമുള്ള മായാമരീചിയെ സങ്കൽപ്പമെന്നു വിളിച്ചു. മുറിവേറ്റു കേഴുന്ന പാഴ്മുളം തണ്ടിനെ മുരളികയെന്നും വിളിച്ചു, മുരളികയെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണിമേഘ ബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരിവില്ലെന്നു വിളിച്ചു, മണിമേഘ ബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരിവില്ലെന്നു വിളിച്ചു. മറക്കുവാനാവാത്ത മൗന സംഗീതത്തെ മാനസമെന്നും വിളിച്ചു, മാനസമെന്നും വിളിച്ചു. നല്ല നല്ല വരികൾ എഴുതിയാളാ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ
കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന പേരിൽ അറിയപ്പെട്ടവരായിരുന്നു ONV കുറുപ്പും വയലാറും പി ഭാസ്കരനും. അപ്പോൾ ഇവർ 3 പേരും മലയാളത്തിൻ്റെ ചലച്ചിത്ര സംഗീതത്തിലും കൂടെ ഇടപെട്ട ആളുകളാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നാടക പാരമ്പര്യത്തിലും സിനിമാ പാരമ്പര്യത്തിലും ഇടതുപക്ഷം ഇൻവോൾവ് ചെയ്തതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. കേരളത്തിൻ്റെ മാനസിക നിലയിൽ ഇടതുപക്ഷം ഇത്രയും വേരൂന്നിയതിൻ്റെ ഒരു പശ്ചാത്തലം നാടകവും സിനിമയും കൂടിയായിരുന്നു. അന്നത്തെ കാലത്തെ വിപ്ലവാഭിനിവേശം ഉണ്ടാക്കുന്ന സാമൂഹിക മാറ്റത്തിന് വേണ്ടി ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന കുറേ നാടകങ്ങളും സിനിമകളും ആ കാലത്ത് ഉണ്ടായി. അതിലെഴുതിയ പാട്ടുകൾ, ഒരുപക്ഷെ വിപ്ലവഗാനങ്ങൾ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായ ഒട്ടേറെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ONVയുടെ ഒരു പങ്ക് വലുതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ അതൊന്നും പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഈ സുഭാഷ് ചന്ദ്രൻ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ പാട്ട് എഴുതുമ്പോൾ ഈ മുപ്പര് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വേണ കവിത്രയം എന്ന് നമുക്ക് പറയാവുന്ന വയലാർ, പി ഭാസ്കരൻ, ONV. ഇതിൽ അദ്ദേഹം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: വയലാർ പാട്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സവർണ പശ്ചാത്തലം ഇതൊക്കെ അയാളെ തേട്ടി ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാവരും അംഗീകരിച്ച സംഗതി തന്നെയാണ് പറഞ്ഞത്. ONV പാട്ട് എഴുതുമ്പോൾ അദ്ദേഹം പറയണേ എപ്പോഴും ഒരു പ്രൊഫസർ അയാളെ ഇതിലേക്ക്, നമുക്കറിയാം, കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ധ്വനി, ഈ പറഞ്ഞ പോലത്തെ വക്രോക്തി, ഇത് വളരെ എന്താ പറയുക സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ, അതിന് പൊരുൾ നിനക്കേതും അറിയില്ലല്ലോ, ജമീൽ മാഷ് ഒരു ദിവസം ഞങ്ങൾക്ക് ഫുള്ള് ക്ലാസ് എടുത്താണ് വരികൾ. മൂപ്പര് പറയുന്നുണ്ട് ഈ പൂർവ്വഭാരങ്ങളൊന്നും ഇല്ലാതെയാണ് പിന്നെ ഭാസ്കരൻ മാഷ് പാട്ട് എഴുതിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ വിപ്ലവ പാരമ്പര്യം. അതോ ഈ പ്രദീപൻ പറയുന്ന ഒരു കാര്യം കൊണ്ട്, ഈ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ പാട്ടിനെ കുറിച്ച് പ്രദീപൻ വളരെ രസകരമായിട്ട് അദ്ദേഹം പറയണത് എന്താ വെച്ചാല്, എന്താ എഴുതി വെച്ചിരുന്നത്, നമുക്കൊന്നും പൊന്നരിവാൾ അറിയില്ല, ഇരുമ്പിന്റെ അരിവാളെ അറിയുള്ളൂ എന്ന് നമ്മൾ കീഴാളെടുക്കേ എന്ന് നമ്മളോടാണ് പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് പറയുന്ന ഒരു സംഗതി. ഈ വിപ്ലവം, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വയലാറിന്റെ ഒരു പാട്ടുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇവരുടെയൊക്കെ പ്രശ്നം എന്താ പറയുക, ഈ വിപ്ലവം പറയുമ്പോഴും അല്ലെങ്കിൽ സമകാലിക പ്രശ്നം പറയുമ്പോഴും പുരാണം, ഉപനിഷത്ത്, വേദങ്ങള് ഇതിനൊക്കെ ലിങ്ക് ചെയ്തിട്ട് അവർ സംസാരിക്കും. നിങ്ങൾ ഭാസ്കരൻ മാഷ് ഒറ്റ പാട്ടിൽ അങ്ങനെ കാണില്ല. ഇപ്പോ പ്രവാചകന്മാരെ പറയൂ പ്രകാശമകലയാണോ, പ്രപഞ്ച ശില്പികളെ പറയൂ പ്രഭാതമകലയാണോ, ഇല്ലേ? ഭാവി ചരിത്രം തിരുത്തി എഴുതും ഭാരത അപ്പോഴും മഹാഭാരത യുദ്ധഭൂമിയാ പറഞ്ഞത്. ഇവിടുത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. നമ്മളെ നാട്ടിലെ ഒരു പ്രശ്നം, എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് പിന്നെ ദുരിതം ഉണ്ടാകുമ്പോ ദൈവമില്ല എന്ന് പറയാൻ, അപ്പോഴും ഇടയൻ തെളിയിച്ച ചൈതന്യ, ശ്രീകൃഷ്ണനെ തെളിയിച്ച ചൈതന്യരഥം ഇന്ന് ഇരുളിൽ വീഴുന്നു, ഈ വഴിത്താരയില്ല ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു. നമ്മളെ നാട്ടിലെ ഒരു സാധാരണ പ്രശ്നം പറയുമ്പോഴേക്ക് മൂപ്പർക്ക് എന്ത് കൊണ്ടുവരണം കേട്ടോ. ഇതിന് നേരെ കൗണ്ടർ പി ഭാസ്കറിൽ കാണാൻ പറ്റും. അത് മറ്റേ ഭാർഗവി നിലയത്തിലെ ആ ചരിത്രം പറയുന്ന ഒരു ബഷീറിന്റെ തന്നെ ഒരു ഡിക്ഷൻ പോലെയുള്ള പാട്ട്, അതിലെവിടെയും പുരാണം വരുന്നില്ല. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, ഇങ്ങനെ ഈ സാധാരണ കാര്യം പറയാൻ വേണ്ടിയിട്ട് പുരാണം കൊണ്ടുവരുന്ന എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. ശ്രീകുമാരൻ നമ്പിക്കൊക്കെ ഉണ്ട്. ഭഗവാൻ അതിലുണ്ടല്ലോ, കൃഷ്ണ നീ എവിടെ, ഇവിടുത്തെ പ്രശ്നം തീർക്കാനേ, നമ്മളെ നാട്ടിൽ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ നീ എവിടെ, കൗരവർ എന്നും ചൂതിൽ ജയിക്കുന്നു അല്ലെ, പാണ്ഡവർ കാട്ടിലായിരുന്നു. പക്ഷെ അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതോടൊപ്പം തന്നെ വയലാർ രചിച്ച മതവിരുദ്ധമായ ഗാനങ്ങളുടെ ഒരു വലിയ പട്ടികയുണ്ട്, ദൈവനിഷേധത്തിന്റെയും മതവിരുദ്ധതയുടെയും. അപ്പോൾ ദൈവനിഷേധത്തിന്റെയും മതവിരുദ്ധതയുടെയും ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പുരാണത്തെയും ഈ ഭാരതീയ പാരമ്പര്യത്തിനെയും പുനരാഗമിക്കുക പറഞ്ഞിട്ട് പ്രദീപം പറയുന്ന എന്താണ്, എന്നാണേലും നമ്മൾ വയലാറിനെയാണ് വിപ്ലവ കവി എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഒപ്പരൊരു ഇൻവെർട്ടർ കോമിയിലിട്ട് പറയുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ വിപ്ലവ കവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വൈബ് മാറാം എന്ന് തോന്നുന്നു. ഈ പുതിയ കാലത്തിന്റെ പാട്ടുകൾ വരുമ്പോൾ ഇതിൽ വലിയ വ്യത്യസ്തത കാണുന്നത്, ഇപ്പോൾ മുഹ്സിൻ പരാരിയെ പോലെയുള്ള പാട്ടെഴുത്തുകാരും
അവർ കൊണ്ടുവരുന്നൊരു സംസ്കാരമുണ്ട് മലയാളത്തിൽ. അത് മാപ്പിളപ്പാട്ടിൻ്റെ തനതായ ഒരു ഭാഷാ രീതിയെ പി ഭാസ്കരനൊക്കെ പുതുക്കിയതിൽ നിന്ന് മറ്റൊരു പുതുക്കൽ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഉദാഹരണം തമാശ പോലെയുള്ള സിനിമയിലേക്ക് വന്ന പോലുള്ള പാട്ടുകൾ, അത് ഇപ്പോൾ മൂസിൻ പരാരി തന്നെ സുലൈഖ മൻസിൽ പോലുള്ള സിനിമയ്ക്ക് എഴുതിയ ഒപ്പനപ്പാട്ടുകളൊക്കെ മറ്റൊരു സംഗീതത്തിൻ്റെയും പാട്ടെഴുത്തിൻ്റെയും സംസ്കാരം കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെ സാധ്യം വന്നു? നേരത്തെ ഷാനി അതിലേക്കൊരു സൂചന തന്നു. നമ്മൾ പറഞ്ഞ ഒരു ധാര പറഞ്ഞല്ലോ, വയലാർ ധാരയും ഭാസ്കർ ധാരയും. ശരിക്ക് ഇവിടെ അടുത്തൊരു ലേഖനത്തിൽ ആരാ എഴുതിയപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അത് ഓൺലൈനിൽ വായിച്ചത്. നമ്മൾ മോശം നമ്മളൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് നമുക്ക് ഇതിൽ ഭയങ്കര അതിശയോക്തി ഇതൊക്കെ തോന്നും. പി ഭാസ്കറിന് ശേഷം ശരിക്കും അദ്ദേഹം പറയുന്നത് മോഹസിൻ പെരാരിയാണ് ആ ധാരയെ, അടച്ചിട്ട ധാരയെ തുറന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അതിന്റെ ബാക്കി തന്നെയാണ് ഇല്ലുമിനാട്ടി എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഭാസ്കർ മാഷ് പണ്ട് പാട്ടില് നീയല്ലാതാരും എന്താണ് നീ അതാരുണ്ടെന്നും പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ നീയല്ലാതാരുണ്ടെന്നും നിത്യം കഥ പറയാ, ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ ആലോചിച്ചോ. ഈ ഉപമ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ ഉപമ അലങ്കാരം. ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ അല്ലേ? അപ്പോ അതുപോലെയുള്ള രചന ഇപ്പൊ മോസിന്റെ അല്ലേ, മോസിന്റെ ആ പാട്ട് ചെയ്തിരുന്ന ഒരു മഴവില്ലിലെ തന്നെ അല്ലേ, അങ്ങനെ പാട്ടില്ലേ, ഏതാ ഫാലിമിയിലെ ഒരു പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അതിലെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ പറയും. നമുക്കെല്ലാവർക്കും അറിയുന്ന പദങ്ങൾ മാത്രം ഉപയോഗിച്ച ഇപ്പൊ ഇല്ലുമിനാട്ടിത്തെ പാട്ട് തന്നെ അതൊക്കെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ധാരയാണ് പ്രതിദാനം ചെയ്യുന്നത്. അതിൽ ഇല്ലുമിനാട്ടി വരികളൊക്കെ നമ്മളതിൽ എന്താ പറയാ, അത് കുട്ടികളെ അതാക്കും നശിപ്പിക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ക്ലിയർ ആണ്. ഏത് കുട്ടിക്ക് അത് മനസ്സിലാകാത്ത, ആ പാട്ട് മനസ്സിലാകാത്ത ഏതെങ്കിലും കുട്ടിയുണ്ടോ? അപ്പൊ ആ ഒരു ധാര നശിച്ചു പോയിട്ടില്ല. അതാണ് ഇപ്പൊ തുറന്നത്. അതില് നേരത്തെ മൂപ്പര് പറഞ്ഞവര് അത് പറ്റൂല എന്നുള്ളവർ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ ഇതിവിടെ പോക്കറ്റ് മാഷ് പറഞ്ഞ ഇതിവിടെ തുറന്നുകൊണ്ടേയിരിക്കും. അത്ര അതിനെ കുറിച്ച് പറയാനുണ്ട്. ഈ ചലച്ചിത്രഗാനങ്ങളുടെ ആ സമാന്തരമായി തന്നെ മലയാള സാഹിത്യത്തിൽ ഒഴുകിയ ഒരു ഗാനശാഖയാണ് മാപ്പിളപ്പാട്ടിൻ്റെത്. മാപ്പിളപ്പാട്ടിലും ഒരുപക്ഷെ ചലച്ചിത്രഗാനത്തോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായ ഒരു സംഗീതധാരയുണ്ട്. അതിൽ കൂടുതൽ വെളിപ്പെട്ടത് നമുക്കറിയാം, ഈ അതിവേഗതയിലുള്ള മാപ്പിളപ്പാട്ട്, ചടുലമായ മാപ്പിളപ്പാട്ട്. പക്ഷേ അതിൻ്റെ ഒരു പിൽക്കാലത്താണ് നമ്മളൊക്കെ വർക്ക് ചെയ്ത ഇസ്ലാമിക ഗാനങ്ങൾ എന്ന ഒരു പ്രവർത്തന പദ്ധതി ഗാനസാഹിത്യത്തിലുണ്ടായത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, നമ്മുടെ എഴുത്തിൻ്റെ ഈ ഷെഡ്യൂളിൽ മാപ്പിളപ്പാട്ടുകളുടെ തുടർച്ചയായിട്ട് വന്ന ഇസ്ലാമിക ഗാനങ്ങളുടെ ആശയപരവും അതിൻ്റെ സാംസ്കാരികവും അതിൻ്റെ സംഗീതപരവുമായ വ്യത്യസ്തതകൾ സൂചിപ്പിക്കുന്ന ഒരു സെക്ഷൻ ഇല്ല. അപ്പോൾ ഞാനും ഷാനവാസും കുട്ടിത്തത്തെ പറയാൻ വേണ്ടിയിട്ട് പിള്ളത്തരം പള്ളിക്കൂടം അങ്ങനെയുള്ള മഴവില്ലി ചുറ്റലിൽ കണ്ടോ നീ. ഓക്കെ, അത് കുറച്ചും കൂടെ പറയാം, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയം ആ ഇസ്ലാമിക ഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു സാഹിത്യ ശാഖയെയും ഒരു സംഗീതധാരയെയും കുറിച്ച് ഷാനി അതിൽ വർക്ക് ചെയ്ത ഒരാളെന്ന് നിർത്തി പറയാൻ പറ്റും. നമ്മുടെ റഹ്മാൻ മുന്നൂര്, UK അബ്ദുൽ സഹല, റഹ്മാൻ മുന്നൂര് തുടങ്ങിയിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച ഇതിൽ വരുന്നുണ്ട്. അതിലൊരു ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷാനി പറഞ്ഞാൽ നന്നാവും തോന്നുന്നു. തീർച്ചയായിട്ടും. ഒരു പക്ഷേ നമ്മുടെ ഈ മാപ്പിളപ്പാട്ട് ഇതിൽ പെട്ടതല്ല സത്യത്തിൽ. നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ കാറ്റഗറിയിൽ ഇത് ശരിക്കും ഇസ്ലാമിക ഗാനങ്ങൾ വേറെ തന്നെയാണ് ശരിക്കും. കാരണം മാപ്പിളപ്പാട്ടിന്റെ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയോ, മാപ്പിളപ്പാട്ടിന് പൊതുവെ ഒരു ദ്രാവിഡ ശൈലി നിലനിർത്തലുണ്ട്. എത്ര പുതിയ ഊണായാലും പിന്നെ അതിനൊരു മാറ്റം വരുത്തിയത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാബുരാജാണ്. അതിന് ഹിന്ദുസ്ഥാനി, പക്ഷെ ഹിന്ദുസ്ഥാനി കൊണ്ടുവരുമ്പോൾ ആ ഹിന്ദുസ്ഥാനി സാധനം എന്തായി മാറി, മാപ്പിളപ്പാട്ട്. അത് മാപ്പിളപ്പാട്ടിൻ്റെ തോന്നി. പക്ഷെ ഇസ്ലാമിക ഗാനം ഇപ്പോഴും മാപ്പിളപ്പാട്ടായിട്ട് നമുക്ക് തോന്നില്ല. അത് അതിൻ്റെ രചനയും അതിൻ്റെ സംഗീതവും. നമ്മൾ എന്താ പറഞ്ഞാലും അമിയാസർ, അതുപോലെ ഉബൈദ് ചെയ്ത കുറെ ആളുകളുടെ ജാബിർ സുലൈം, ഇവരൊക്കെ ചെയ്ത ഒരു സ്റ്റൈല്. അപ്പൊ രചനയിലുള്ള ആ ഒരു വ്യത്യസ്തത തന്നെയാണ് അത് സംഗീതത്തിലും കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഞാൻ മാപ്പിളപ്പാട്ടുകൾ കുറെ മുമ്പ് പാടിയിട്ട് അതിന് ശേഷമാണ് ഇസ്ലാമിക ഗാനങ്ങൾ തുടങ്ങിയിരുന്നത്. ശരിക്കും ഇസ്ലാമിക ഗാനം വെച്ചിട്ട് പഠന വിധേയമാക്കേണ്ട ഒരു സംഗീത ശാഖയും ഒരു രചന ശാഖയും കൂടിയാണ്. അതിന് മാപ്പിളപ്പാട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ചലച്ചിത്രഗാനങ്ങളിലേക്ക് തിരിച്ചു വരാം. ഞാൻ അതിനെ സൂചിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയത്. ഇത് സംഗീതവുമായി ബന്ധപ്പെട്ട രചന അല്ല, സംഗീതവുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ പറയാറുണ്ട് ജോൺസൺ അല്ലെ, നമ്മൾ വയലാർ ഇതെന്ന് പറഞ്ഞ പോലെ ജോൺസൺ രവീന്ദ്രൻ എന്ന് പറയാറുണ്ട്. നമ്മൾ വളരെ സംഭവമായിട്ട് എപ്പോഴും പറയാറില്ല. നമ്മൾ പറയാറുള്ളത് എപ്പോഴും അറിയണേ രവീന്ദ്ര മാഷാണ്. രവീന്ദ്ര മാഷ് വളരെ കർണാടക സംഗീതത്തിൽ വളരെ കഴിവുള്ള ഈ ദക്ഷിണാമൂർത്തി സ്വാമികൾ ഉണ്ടാക്കിയ കർണാടക സംഗീതത്തിന്റെ പാരമ്പര്യവും രവീന്ദ്ര മാഷ് കൊണ്ടുവന്ന കർണാടക സംഗീതത്തിന്റെ പാരമ്പര്യം വ്യത്യാസമുണ്ട്. വ്യത്യാസം ഉണ്ട് തന്നെ. രണ്ടിന്റെയും കർണാടക സംഗീതമാണ്, ശാസ്ത്രീയ സംഗീതമാണ് അവരുടെ അടിത്തറ. അതിനെയാണ് അവർ ബേസ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്യുന്ന സംഗതി. പക്ഷേ രവീന്ദ്രമാഷ് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജിയെ കുറച്ച് ഇൻസ്ട്രുമെന്റുകളും ഒക്കെ ഉപയോഗിച്ചു. പിന്നെ നമ്മളെ ഗായകൻ ജയേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞ കുറച്ച് സർക്കസും കൂടി അതിൽ എന്ത് ചെയ്തു, ഇങ്ങനെ വിഭ്രമം ജനിപ്പിക്കുന്ന ആളുകളെ ഇതേക്ക് പാടാൻ പോകണ്ട ഞേട്ടങ്ങാറായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ അതായി എന്ത് സംഗീതത്തിലെ കഴിവ് തെളിയിക്കുന്നു. സംഗീതം സർക്കസ് അല്ലല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ട് പാടുന്ന ആസ്വദിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അപ്പൊ ഇത് നമ്മളെ ആ ബോധത്തിന് നമ്മൾ പൊളിച്ച് അതിനെ പൊളിച്ച ഒരാൾ കൂടിയാണ് ജോൺസൺ. ജോൺസൺ ഇത് കുറെ ചെയ്തിട്ടുണ്ട്. ജോൺസന്റെ പാട്ട് പൊതുവെ നമ്മൾ എളുപ്പമാണെന്ന് വിചാരിക്കുമെങ്കിലും ജോൺസൺ എന്ത് ചെയ്തു, വളരെ പാടുമ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവരും ഒന്ന് പാടി നോക്കാം എന്ന് ജോൺസന്റെ പാട്ട്. രവീന്ദ്ര മാഷ പാട്ട് തൊടാൻ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. ഈ പേടി സൃഷ്ടിക്കലാണ് മികച്ച സംഗീതം എന്നുള്ളൊരു ബോധം ഇവിടെ ഉണ്ടാക്കിയത്. ആ സംഗതി മുഴുവൻ വളരെ സവർണാണ്, അതിൽ യാതൊരു സംശയവുമില്ല. വളരെ കാരണം എന്താ ബോധം ഉണ്ടാക്കുന്നത്, ഇത് പോയിട്ട് ഒരു ഗുരുവിന്റെ മുമ്പിൽ പടിഞ്ഞിരുന്നിട്ട് നമ്മൾ പഠിച്ചുണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് പാടിയിട്ട് പരിശീലിപ്പിച്ചിട്ട് അതിന്റെ സംഗതി അവിടെ പോയി ഇവിടെ പോയി ഇവിടുന്ന് ഇറക്കം അങ്ങനായി ഇതാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പണ്ടാറടക്കം അത് പഠിക്കണ്ട അല്ലെ, അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പറഞ്ഞത്, നമുക്കാർക്കും പറഞ്ഞതല്ല എന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഈ സംഗീതജ്ഞന്മാർ ഭയങ്കര പ്രശ്നം ചെയ്തത്. ജയേന്ദ്രൻ പോലും പറഞ്ഞത്, ജയേന്ദ്രന് പാടാൻ കിട്ടാത്തതുകൊണ്ടാണെന്നുള്ള വേറെ കാര്യം. മുപ്പര് പറഞ്ഞ എന്താണ്, രവീന്ദ്രനും യേശുദാസും കൂടി കുറെ സർക്കസ് കൂടെ നടത്തിയിട്ടുണ്ട്. ഈ ജയചന്ദ്രൻ തന്നെ ബാബുക്കെ വലിയ സംഗീതജ്ഞനായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ജയചന്ദ്രൻ മൂപ്പര് പൊതുവെ എന്താണ്, പൊതുവെ മൂപ്പര് സവർണ ചിന്താഗതിക്കാരനാണെങ്കിലും മൂപ്പർക്ക് പാടാൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ മൂപ്പര് പറഞ്ഞു. പക്ഷെ ബാബുരായിനെ പൊതുവെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടം. അദ്ദേഹം പിന്നെ ബാബുരായിനെ കുറിച്ച് പറയാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. ബാബുരായിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ ബിരിയാണിയാണോ മോനെ ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനു വേണ്ടി ദക്ഷിണാമൂർത്തി സ്വാമികളോടും അതുപോലെ തന്നെ ദേവരാജ മാഷോടൊന്നും മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മൂപ്പര് പറയാം അങ്ങനെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുള്ള സംഗീതമായി തന്നെയാണ് അവരുടെ സ്വഭാവം എന്നർത്ഥം. അതെ ഷാനി, എനിക്ക് തോന്നുന്നത് ഷാനി ഒരു ഗായകൻ കൂടിയാണല്ലോ. മലയാളത്തിന്റെ ഒരു ശബ്ദം എന്ന് പറയാവുന്നത് നമ്മളെപ്പോഴും കാണുന്നത് യേശുദാസിനെയാണ്. മലയാളത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ശബ്ദം. യേശുദാസ് ഇപ്പൊ ജയചന്ദ്രനെ പറ്റി പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ജയചന്ദ്രനും ഒരു യേശുദാസ് ശബ്ദം തന്നെയാണ്. പക്ഷെ യേശുദാസും അടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു മലയാളത്തിന്റെ ഗായക സമൂഹത്തിൽ. പക്ഷെ പിന്നീട് വന്നതാണ് യേശുദാസിൻ്റെതല്ലാത്ത ഒരു ശബ്ദത്തിന്റെ സംസ്കാരം, ഒരു ശാരീര സംസ്കാരം ഉണ്ട് എന്നും അത്തരം ചില ശബ്ദങ്ങൾ കൂടി മലയാള പാട്ടിന് യോജിച്ചതാണെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഒരു പരിപാടിയും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മലയാളികൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് മലയാളി ബോധത്തില് യേശുദാസിന്റെ ശബ്ദത്തിന് ഇങ്ങനെ ഒരു മേൽക്കൈ കിട്ടിയത്? അടിസ്ഥാനപരമായി യേശുദാസ് നല്ല ശാസ്ത്രീയ ചെമ്പൈന്റെ ശിഷ്യനാണ്. ചെമ്പൈനേക്കാളും വലിയ സംഗീതജ്ഞനൊന്നും കർണാടക സംഗീതമൊന്നും കേരളത്തിൽ ജീവിച്ചിട്ടില്ല. ചെമ്പൈക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? യേശുദാസ്. പിന്നെ ആ കാലഘട്ടത്തിൽ എല്ലാ പാട്ടും ഇപ്പൊ ക്ലാസിക്കൽ പാടാന്ന് യേശുദാസ് തന്നെ ഉള്ളൂ. ക്ലാസിക്കൽ പാട്ട് പാടാന് യേശുദാസാണല്ലോ എപ്പോഴും ഈ സംഗീതജ്ഞന്റെ. നിങ്ങൾ ചിത്ര പോലും കച്ചേരി നടത്തി കേട്ടിട്ടുണ്ടാവില്ല, യേശുദാസെ കച്ചേരി എത്തും. അപ്പൊ എല്ലാ പടത്തിലും യേശുദാസിനോട് വിളിച്ച ആ പാട്ട് യേശുദാസ് പാടിക്കോളൂ, ഇതും പാടിക്കോളൂ. മറ്റേതെന്താവും ചില പ്രത്യേക പാട്ടുകളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് അരിമുരളീരവം പാടിപ്പിക്കാൻ യേശുദാസ് അല്ലാതെ, കാരണം അത് നല്ല ക്ലാസിക്കലായിട്ടുള്ള കഴിവ് വേണം. അപ്പൊ നമ്മളപ്പം എന്താണ് അപ്പൊ ചിന്തിച്ചു വെച്ചാൽ മൂപ്പർക്ക് ആ ക്ലാസിക്കൽ എല്ലാം വഴങ്ങുന്നത് കൊണ്ട് അപ്പോ
മൂപ്പരന്നെ പാടി, അതുകൊണ്ട് മൂപ്പരെ കവച്ച് വെക്കാൻ വേറെ കാര്യം. ഗാനത്തിന്റെ പ്രത്യേകത ശരിക്കും എന്താ, ആളുകളെ ആസ്വദിപ്പിക്കുക എന്നുള്ളത്. അത് ക്ലാസിക്കലാണ് നിർബന്ധമില്ല. ചില ആളുകൾക്ക് ഇപ്പൊ ഹരിയന്റെ വല്ല പാട്ടുണ്ട്, യേശുദാസിന് പാടാൻ സാധിക്കൂല. പക്ഷേ കുറെ കാലമായിട്ട് ഇങ്ങനെ ഈ എല്ലാ പാട്ടും പാടാൻ കേരളത്തിൽ യേശുദാസ് തന്നെ ഉള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോ നമ്മളിത് കേട്ട് 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 നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പൊതുബോധത്തിന്റെ ഒരു അടിമയായിട്ട് മാറി പാട്ട്. ഇപ്പൊ ഞാനൊക്കെ പേര് വേറെ ശബ്ദത്തിൽ പാടിയിട്ട് കാര്യമില്ല. നമ്മൾ ഗാനമേള കേടുമ്പോ എല്ലാവരും അത് യേശുദാസിന്റെ മാതിരി അയക്കണോ ആ ശബ്ദം, അത് ഞാൻ ഏകദേശം ആ ശബ്ദം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ വരച്ചു നോക്കാം, അവിടേക്ക് എത്തൂല എന്നുള്ള ആൾക്കാർക്കും അറിയാം. അതിനെ പൊളിക്കുക എന്നുള്ളത്, ആ പൊളിക്കലാണ് എന്ത് ചെയ്ത്, അത് പൊളിഞ്ഞത് തന്നെ എപ്പോഴാ മൂപ്പർക്ക് പാടാൻ വയ്യാതായപ്പോഴേ 80 വയസ്സിന് ശേഷം. അപ്പൊ അത്രയും നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ട് അതിന് കാരണം ഞാൻ പറഞ്ഞത് ഇതാണ്, ഇദ്ദേഹത്തിനെ കൊണ്ട് എല്ലാ പാട്ടും ഇദ്ദേഹത്തിനെ കൊണ്ട് പാടാൻ കഴിയും എന്നുള്ള ബോധം മൂപ്പർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഒരു പരിധി വരെ ഇതാണ്, ശാസ്ത്രീയ സംഗീതം മൂപ്പർക്കേ സാധിക്കുള്ളൂ. പിന്നീട് ഹരിഹരന്റെ ഒക്കെ കടന്നു വരുന്നതോടുകൂടി അത് യേശുദാസം കൊണ്ട് പഠിപ്പിച്ച ബോറാകുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം അതിന് വേറൊരു വോയിസ് കൾച്ചറാണ് വേണ്ടത്. അങ്ങനത്തെ ഗായകരെ ഇറക്കി 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 ഇപ്പോ ആ ഒരു ജയറാമും സുരേഷ് ഗോപിയും കൂടി അവതരിപ്പിച്ചൊരു ഇതുണ്ടല്ലോ, ബോംബെയിലായിട്ട് ഒരു സംഗീത ട്രൂപ്പിന്റെ ഒരു സിനിമ എന്തായിരുന്നത്, മില്ലേനിയം സ്റ്റാർസ്. അതില് യേശുദാസും ഹരിഹരനും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട്. അതിന്റെ നമുക്കറിയില്ല, പിന്നാമ്പുറം കളി കളിക്കുന്നത് യേശുദാസ് ഭയങ്കര ഇതായി കാണുന്നത്, ഹരിഹരൻ അടിച്ച് മിന്നി പാടിയിട്ടേ മൂപ്പര് സ്റ്റൈലുള്ള പാട്ടാണിത്. അപ്പൊ അത് രണ്ടാളും കൂടിയുള്ള പാട്ടാണ്. കാരണം ജയറാം പാടുന്ന ഭാഗത്ത് യേശുദാസും മറ്റ് ഈ ബിജുമേനൻ പാടുന്ന ഭാഗത്ത് ഹരിഹരനും അങ്ങനെ ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ പേര് വിദ്യാസാഗറാണ് ആ പാട്ട് ചെയ്തത്. അതോടുകൂടി അവിടുന്നൊക്കെ ഇങ്ങനെ ഏകദേശം ഈ മൂപ്പരില്ലെങ്കിലും ഈ പരിപാടി നടക്കുന്നുള്ളിടത്തേക്ക് ഇങ്ങനെ ഇത് വരാൻ തുടങ്ങി. അതുവരെ ഈ പറഞ്ഞ മാതിരി ഈ ആധിപത്യം, പിന്നെ കമ്പോസിങ് ആ വിധത്തിൽ. അതിൽ ഏറ്റവും വലിയ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഏത് കമ്പോസർ ആയാലും അദ്ദേഹം യേശുദാസിനെ മുന്നിൽ കാണുകയാണ്, എന്നിട്ടാണ് ഇത് കമ്പോസ് ചെയ്യുന്നത്. എത്ര നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്തിട്ട് തന്നെ ആരാ പാടുന്നത്, ദാസ്. അപ്പൊ പിന്നെ ഇന്ന കട്ട മുതൽ ഇന്ന കട്ട വരെ ബേസ് നല്ലോണം പോകുന്ന ഇത്ര പോകുന്ന ആള് മൂപ്പരെ കണ്ടിട്ട് ചെയ്യാണ്. ഫീമെയിൽ സോങ് അങ്ങനല്ല. ഫീമെയിൽ സോങ് സത്യത്തിൽ ധ്വനിയിലെ പാട്ടുകളൊക്കെ സുശീലല്ല പാടാൻ വിചാരിച്ചിരുന്നത്, ജാനകിയായിരുന്നു. എസ് ജാനകിയാണ് പാടാൻ വെച്ചിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്, എസ് ജാനകിക്ക് അന്ന് കിട്ടാത്തതെന്നുകൊണ്ട് സുശീലെ വിളിക്കുകയാണ് ചെയ്തത്. പക്ഷെ മറ്റേത് ആലോചിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ അനുരാഗലോലഗാത്രി യേശുദാസല്ലാത്ത ആലോചിക്കാൻ പറ്റുണ്ടോ? ചിലപ്പോ വേറെ ആൾ പാടിയ നല്ലതായിരിക്കും. പക്ഷെ നമ്മളെന്തായി, നമ്മളതിലുണ്ട്. കെ ജയകുമാർ ഒരിക്കൽ പറയുന്നുണ്ട്, മലയാളി ഭാവനയിലെ പുരുഷ ശരീരം മമ്മൂട്ടിയും പുരുഷ ശാരീരം യേശുദാസും ആണ് എന്ന്. ഇത് രണ്ടും സവർണമാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കൂ. അതെ, അത് എനിക്ക് തോന്നുന്നത്, ഞാൻ അതാ പറയാൻ വന്നത്. അത് ഇപ്പൊ ചരിത്ര പുരുഷന്മാരെയും ബ്രാഹ്മണ പുരുഷന്മാരെയും അവതരിപ്പിക്കാനുള്ള ഒരു ശരീരഘടന മമ്മൂട്ടിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഉണ്ടല്ലോ മാരാരെ വാദിക്കാൻ വിളിക്കുന്നത്. ഈ മോഹൻലാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അഡ്വക്കേറ്റ് ആണ് എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ മമ്മൂട്ടിയുടെ ഒരു ഷർട്ടിടാത്ത ഒരു ശരീരമാണ് ഇങ്ങനെ ഫ്രെയിമിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പം ഒരു മലയാളിയുടെ സവർണ പുരുഷ ശരീരം മമ്മൂട്ടിയും സവർണ പുരുഷ ശബ്ദം യേശുദാസുമാണ്. ഞാൻ ഇത് പറഞ്ഞത് ജയകുമാറാണ്. ജയകുമാറിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ തോന്നുന്നു? മലയാളത്തിലെ സുന്ദരമായ കാവ്യഭാവനയുള്ള ധാരാളം ഗാനങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് ജയകുമാർ സാറ്. പിന്നെ ഞാൻ ജയകുമാർ സാറിന് മുമ്പ് ഞാൻ ഇന്റർവ്യൂവിനൊക്കെ എത്തുന്നുണ്ട് മലയാള സർവകലാശാലന്റെ ഒരു ലെക്ചർ പോസ്റ്റിന്. അപ്പൊ അതൊക്കെ കുറെ സംസാരിച്ചു. ഉപരി വളരെ നല്ലതൊക്കെയാണ്. അപ്പോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണേ, ജയകുമാർ സാറ് വളരെ ഇതായിട്ട് അപ്പൊ എന്നോട് പറഞ്ഞ് എന്താ അറിയാ ചോദിച്ചു. അപ്പൊ എല്ലാവരും ബുക്കും കെട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒറ്റ പുസ്തകം ഞാൻ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞു ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല ചോദിച്ചു. ഞാൻ ഇല്ലാറ് എന്തിനങ്ങോട്ട് പോകുന്നു, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ് അതുകൊണ്ട് പോകുന്നതാണ്. അത് മാത്രം അതിൽ ബുക്കിന്റെ കാര്യമൊന്നും പത്രപരസ്യത്ത് കണ്ടിട്ടില്ല. അപ്പൊ അവര് ചിരിച്ച് എന്താ അറിയോ ചോദിച്ചു. അപ്പൊ ഞാൻ പാട്ടാടാനും കവിത അല്ല, അപ്പൊ കവിത എല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ റഫീഖ് അമീൻ്റെ ഒരു കവിത, അവനോട് റഫീഖല്ലേ ഇത് എഴുതിയെന്നൊക്കെ. പിന്നെ പാട്ടാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണീരും സ്വപ്നങ്ങളും പിന്നെ അങ്ങനത്തെ 3-4 പാട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞേ ഇത് ഭാസ്കര മാഷ് മാത്രം പാട്ടാണ്. ഞാൻ ഭാസ്കര മാഷും ബാബുരാജും കൂടി ചെയ്ത പാട്ടുകളാണ് ഞാൻ പാടിയത് പറഞ്ഞു. എന്നോട് പറഞ്ഞു പി ഭാസ്കരനാണോ വയലാറാണോ മികച്ച ഗാനം? ഞാൻ പറഞ്ഞു പി ഭാസ്കരനാണ്. അതെന്താ വെച്ചു, കാരണം മൂപ്പര് വയലാറിന്റെ ആളാന്ന് എനിക്കറിയാം. ഞാൻ പ്രസംഗം മൂപ്പരത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറ് വയലാറിന്റെ ആളാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഭാസ്കരൻ മാഷ ആളാണ്. ഞാൻ അന്ന് നല്ലതിലായിരുന്നു മൂപ്പരോടെ നേരത്തേക്കന്നെ. അപ്പോ
അങ്ങനെ ഭയങ്കര ഇതിലായിരുന്നു അന്ന്. കുറെ എം എം ബഷീർ സാർ എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ ജയകുമാർ സാറും ഈ പറഞ്ഞ മാതിരി മൂപ്പര് ഈ ഇതുണ്ടല്ലോ വയലാറിന്റെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ മുഷത്തിൻ പറഞ്ഞല്ലേ നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുര മുറ്റത്ത് ഞാൻ എൻ്റെ അപ്പോ പ്രദീപൻ പറഞ്ഞ ഞാൻ അവളോട് പറട്ടെ വിചാരിച്ചു. ഞാൻ അന്ന് വായിച്ചിരുന്നു എന്ത് എഴുതിയാലും മൂപ്പർക്ക് ഒരു പ്രപഞ്ചത്തിന്റെ പപ്പളം 4 കെട്ട് തന്നു അവിടെ നിന്റെ 4 കെട്ടിന്റെ പടിപ്പുര. അപ്പൊ അതിനെക്കുറിച്ച് ജയകുമാർ സാർ ഒരു പ്രഭാഷണം നടത്തൂടി. ഇത്ര മികച്ചൊരു ഗാനം, പ്രപഞ്ചത്തിന്റെ വികാസം, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സംഗതികളൊക്കെ ഇതൊക്കെ പറഞ്ഞു. അതൊക്കെ ആശയമൊക്കെ വളരെ കൃത്യം തന്നെയാണ്, അതിനൊന്നും സംശയമില്ല. പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ മനുഷ്യരിൽ വെറും കണികയാണ്, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ മുഴുവൻ ഇങ്ങനത്തെ എന്താ പറയാ വാക്കുകളാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം, നമുക്ക് ആ വാക്കുകൾ മനസ്സിലാവും, സാധാരണക്കാരനെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ജയകുമാർ സാറിന്റെ നമ്മൾ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, ജയകുമാർ സാർ മറ്റേ MT അതെ അതെ, അതായത് വടക്കൻ വീരഗാഥയിലെ പാട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് MT ജയകുമാറിനെ ക്ഷണിച്ചിട്ട് ജയകുമാർ എഴുതി കൊടുക്കുന്ന പാട്ടുകളൊന്നും MTക്ക് തൃപ്തിയാവുന്നില്ല, വാക്കിങ്ങനെ മാറ്റാൻ പറയുന്നു. അപ്പോൾ ചന്ദനലേപ സുഗന്ധം പൂശി നീ സുന്ദരിയായി വന്നു എന്നാണ് എഴുതി കൊടുത്തിട്ട് അവസാനം മൂപ്പര് ചന്ദനലേപ സുഗന്ധം അല്ലേ MT ആണ്. ഒരു വൈദ്യശാലന്റെ മണം ഉണ്ടോ അതിന്റെ? അതെ, അത് വടക്കൻ വീരഗാഥയാണ്, വടക്കൻ പാട്ടിന്റെ അവതരണമാണ്. അപ്പോഴും വരുന്നത് ആ ചന്ദനലേപ സുഗന്ധാണ്. ഇത് അതേപോലെ നമ്മുടെ പഴശ്ശിരാജ സിനിമയിലുണ്ട് ആദിയുഷ സന്ധ്യ, ഭയങ്കര പ്രശ്നമല്ല പാട്ട്. ആദിവാസികൾക്കിടയിൽ ആദിവാസികളെ കാണിക്കുന്ന അവരുടെ പോരാട്ട. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ, ഇവിടെ കാടിനെ കുറിച്ചാണ് പറയുന്നത്. ആദിസർഗ താളമാർന്നതിവിടെ, ആദ്യത്തെ സൃഷ്ടികർമ്മം നടന്ന ഇവിടെ. പക്ഷെ പറഞ്ഞ വാക്കുകളൊക്കെ ഈ മറ്റേ എന്താ പറയാ അവിടുത്തെ ആദിവാസി തലക്കൽ ചന്ദൂരൊക്കെ പറ്റിയാണ് ഈ പറഞ്ഞത്. അയാൾക്കൊക്കെ എന്ത് സർഗം ഒക്കെ. ഇനി ഒരു മാമുനിമാരെ കുറിച്ചൊക്കെ കാടിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് സർഗസംഗീതം എന്ന കവിത അങ്ങനെ എടുത്ത് എഴുതിയ പോലെ അരണി കടഞ്ഞ് എന്നൊക്കെ പറയണ്ടേ, തീ ഉണ്ടാക്കിയത് ആരെന്നൊക്കെ ഇവിടെ കാട്ടിലെ ഈ സാധുക്കള് അവിടെ. അതിന്റെ ഒരു നല്ല കൗണ്ടർ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പുതിയ നമ്മുടെ പുതിയ മുത്തങ്ങ സംഭവത്തെ കുറിച്ച് വന്ന സിനിമ ഉണ്ടല്ലോ, അതിലുപയോഗിച്ച പാട്ടുകൾ ആ യഥാർത്ഥത്തിൽ ആദിവാസികൾക്കിടയിലുള്ള അവരുടെ ട്യൂണും അവരുടെ താളങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അതിലെ സംഗീത സംവിധാനം. ഒരു നമ്മുടെ സെഷൻ അവസാനിക്കാൻ ഞാനിങ്ങനെ ഷാനിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സായാഹ്ന സംസാരത്തിന്റെ ഒരു തുടർച്ചയാണിത്. നിങ്ങൾക്കും കുറെ പറയാനുണ്ടാവുമല്ലോ. ഇനി കുറച്ചു നേരം നിങ്ങളുടെ ചോദ്യങ്ങളോട് ഷാനി പ്രതികരിക്കണം. എന്തിന്റെ പൂവച്ചൽ ഇത് പറഞ്ഞിട്ട് ഞാനും ഇക്കുമത്തുള്ളയും പൂവച്ചൽ കാത്ത സാറിനെ അല്ലേ നമ്മള് കുറെ സംസാരിച്ചു. കുണ്ടോട്ടി വൈദ്യ സ്മാരകത്തിൽ വെച്ച് ഒരു എന്താ പറയാ പച്ചപ്പാവും മനുഷ്യനാണ്. പൂച്ചൽ കാതറും തന്നെയാണ് ഞാൻ പറഞ്ഞ ധാര മറ്റേ തന്നെയാണ്, വയലാർ ധാര തന്നെയാണ്. അത് ഒരു കുറ്റം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്. അതൊരു സാധാരണക്കാരുടെ അതിലൊരു സവർണത നടക്കും. താവക വീതിയിൽ അല്ലേ നാഥാ നീ വരും, നാഥ എന്ന വിളി തന്നെ, നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോത്തു ഞാനിരിക്കേ താവക എന്താണ് തൂവൽ വിരിച്ചു നിന്നു നാഥ. പൂവച്ചൽ ഖാദറിന് ശരിക്ക് അദ്ദേഹം മുസ്ലിം ആണെങ്കിലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ കാര്യം ഇസ്ലാമിനെ കുറിച്ച് ഭാസ്കരൻ മാഷ്ക്ക് അറിയാം. കാരണം എന്താ പറയുക, മൂപ്പര് പാട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ഏതാണ് ഗഫൂറൊക്കെ ചെയ്തൊരു പാട്ട് അല്ല അതല്ലേ ഒരു ഇത് പാട്ടില്ല റസൂലിന്റെ ഏതായിരുന്ന പാട്ട് അല്ലേ അല്ലേ മൂപ്പര് റസൂലൻ വരവാല ഇയാളല്ലേ യൂസുഫ് അലി കേച്ചേരി ഗഫൂറൊക്കെ ചെയ്ത മീഡിയ മണ്ഡല കുട്ടിയൊക്കെ പാടിയില്ലേ എന്തേന്ന് ഇക്കുമത്ത് ഏതായിരുന്നു പാട്ട്? അസദൊക്കെ പാടിയിരുന്ന ആ പാട്ട് മൂപ്പര് എഴുതിയാണല്ലോ. ബദറിന്റെ മണ്ണിൽ രക്തത്തിൽ മുങ്ങി തക്ബീർ ചൊല്ലി ജിഹാദ് ഉണർത്തി എന്നൊക്കെ എഴുതിച്ചു റസൂലിനെ പറ്റി. റസൂൽ ബദറില് ഇറങ്ങിയിട്ട് തന്നെ ഇല്ല, ആ തമ്പിന്റെ ഉള്ളിൽ ഇരിക്കുകയും. എന്നിട്ട് മൂപ്പരെ കുറെ അങ്ങനത്തെ മുസ്ലിം ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകളുണ്ട്. അപ്പൊ എന്താ പറയുക, സത്യത്തില് മൂപ്പരുടെ പ്രശ്നമല്ല ആണ്. പക്ഷെ വയലാറിന് വേറൊരു ഗുണം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. വയലാറുമായി ബന്ധപ്പെട്ട്
ഒരു മുസ്ലിം പശ്ചാത്തലത്തിലെ സിനിമ എടുത്തപ്പോൾ കുറച്ച് ആൾക്കാർ വയലാറിനോട് പാട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് അതിനുള്ളൊരിത് കാണിച്ചിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ONVന്റെ അടുത്തേക്കും പോണ്ട, നിങ്ങൾ ഭാസ്കറിന്റെ അടുത്ത് പോയിക്കോളി, മുസ്ലിം പശ്ചാത്തലം മൂപ്പർക്ക് അറിയുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞു വിടാനുള്ള ഒരു വിവേകം മൂപ്പര് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കുറെ തെറ്റുകൾ പൂവച്ചൽ അത് മറ്റു പാട്ടുകൾ എഴുതാൻ. ഇപ്പൊ നമ്മളെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ദൈവങ്ങളില്ല മനുഷ്യരില്ല പിന്നെ ജീവിത ചൈതന്യമില്ല, സങ്കൽപ്പ സൗന്ദര്യ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇന്ദ്രനീലം കൊണ്ട് മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ, ഇന്ദ്രനീലം കൊണ്ട് മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴിക കൂടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴിക കൂടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും ഉയർന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ഞാനറിയാതെൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ, 700 വർണ്ണങ്ങളാലെത്ര, 700 വർണ്ണങ്ങളാലെത്ര വാർമഴവില്ലുകൾ തീർത്തു, മാഷ കണ്ടു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ.